സംസ്ഥാന സ്വപ്നങ്ങളിൽ ലേഡീസ് ഹോസ്റ്റലിൽ മാത്രമേ കാണൂ. നിങ്ങൾ തമ്മിൽ ചേരില്ല. സ്വാതന്ത്ര്യം ഉള്ളിടത്തല്ലേ ഈ തമാശ പറയാൻ പറ്റും. രണ്ടുപേരും ഒരേ ലേഡീസ് ഹോസ്റ്റലാ സ്വപ്നം കാണുന്നത്. ഇത് ഒരാൾ മാത്രം നന്നായാലും ഈ സിനിമ നന്നാവണമെന്നില്ല, ഒരാൾ മാത്രം മോശമായാലും ആ സിനിമ മോശമാകണമെന്നില്ല. ഒരു കളക്റ്റീവ് എഫേർട്ടാണ്. അപ്പോൾ ആ രീതിയിൽ എല്ലാവരും ഈക്വലി റെസ്പോൺസിബിൾ ആണ് എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് ഈ പറയുന്ന ഒരു പ്രഷർ അനുഭവിക്കുന്നുണ്ടോ? ഞാനിതൊക്കെ ഇവരിലോട്ട് വെച്ചിട്ട് എനിക്ക് തന്നെ തോന്നുന്നത് ഞാൻ മാരിയൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അതിന് രോഗമാണോന്ന് എനിക്ക് 20s കാലഘട്ടമൊക്കെ ഓർമ്മ വരുന്നുണ്ടോ? എനിക്കത് എന്നെ കണ്ടാൽ എപ്പോഴും അത് ഓർമ്മ വരാം. അമ്മയോട് പറയണം, ഇൻ കേസ് ഞാനാണെങ്കിൽ എൻ്റെ സന്തോഷം അറിയിക്കുക, ഇനി എൻ്റെ കൂട്ടുകാരാണെങ്കിൽ എൻ്റെ ഒരു സോറിയും പറയുക. ചെറുപ്പം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, മനസ്സാണ്, വേറെ ഒന്നുമില്ല. അതായിരിക്കും ഇനി എന്താ ഇപ്പോഴും ചെറുപ്പമായിട്ടിരിക്കുന്നത് ചേട്ടൻ? ചെറുപ്പമായിട്ടിരിക്കുന്നതാണോ ചെറുപ്പക്കാരുടെ കൂടെ ഇരിക്കുന്നതാണോ ഉദ്ദേശിച്ചത്? നൂർജാനെ പോലെ നമ്മളും ആക്റ്റീവ് ആയിരിക്കണ്ടേ? പിന്നെ 100 ഇരിക്കുന്നു. ചാക്കോച്ച, ഞാൻ ഇപ്പോൾ ഇതിപ്പോൾ എൻ്റെ 180 ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇൻ്റർവ്യൂ എടുക്കാൻ തുടങ്ങിയപ്പോൾ പോലെ ആദ്യം തന്നെ ചാക്കോച്ചനെ കാണുമ്പോൾ ചോദിക്കണം എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. കാരണം എൻ്റെ അമ്മയുടെ നാട് കായംകുളമാണ്, ആലപ്പുഴ ജില്ല. അപ്പോൾ അമ്മയ്ക്ക് വലിയ പ്രായമൊന്നുമില്ല, അപ്പോൾ 45 ഉള്ളൂ. അപ്പോൾ 1988 ഇതേപോലെ അനിയത്തിപ്രാവൊക്കെ ഇറങ്ങിയ സമയത്ത് ആലപ്പുഴ 1998 ഓക്കെ. അപ്പോൾ ആ 98 ആ ഒരു സമയത്തൊക്കെ ഉമ്മി ഇതേപോലെ നമ്മുടെ ടെലിഫോൺ ഡയറക്ടർ നോക്കിയിട്ട് ഫോൺ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഉമ്മിയുടെ ഒരു ഫ്രണ്ടും ഒക്കെ വിളിച്ചിട്ടുണ്ട്. 1-2 തവണ ചാക്കോച്ച സംസാരിച്ചിട്ടുമുണ്ട്. ഉമ്മിയുടെ അമ്മയുടെ അടുത്തൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എപ്പോഴും ഇങ്ങനെ ഒരു നടൻ്റെ അടുത്ത് സംസാരിച്ച ആ ഒരു സംഭവം അതേ ഉള്ളൂ. അപ്പോൾ ഉമ്മി അത് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചാക്കോച്ചന് എപ്പോഴെങ്കിലും ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ എനിക്കതൊന്ന് ചാക്കോച്ചനോട് പറയണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഒരുപാട് ഇതേപോലെ കോളുകളൊക്കെ വരുമായിരുന്നു. അന്ന് ഞാൻ തന്നെയാണോ എടുത്തതെന്നും ഡൗട്ടുണ്ട്. കാരണം എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വീടുകളിൽ വരാറുണ്ട്. അപ്പം ഇടയ്ക്ക് ഞാൻ മടുത്തു കഴിയുമ്പോൾ അവരാണ് ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാറ്. അതുകൊണ്ട് അമ്മയോട് പറയണം, ഇൻ കേസ് ഞാനാണെങ്കിൽ എൻ്റെ സന്തോഷം അറിയിക്കുക, ഇനി എൻ്റെ കൂട്ടുകാരാണെങ്കിൽ എൻ്റെ ഒരു സോറിയും പറയുക. ഒരുപാട് കോൾസ് വരുമായിരുന്നു ആ സമയത്തൊക്കെ? അത്യാവശ്യം. അപ്പോൾ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? സംസാരിക്കാൻ അത്യാവശ്യം കുറേയൊക്കെ എടുക്കാൻ സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട്. ജഗദീഷ് ഇങ്ങനെ കോൾസ് ഒക്കെ വന്നിട്ടുണ്ടോ ഇതേപോലെയൊക്കെ? അല്ല, കോൾസ് അധികം വന്നിട്ടില്ല. എനിക്ക് എഴുത്തുകളൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ അഡ്രസ്സൊക്കെ കൊടുത്തിട്ട് ഫിലിം മാഗസീൻസിലൊക്കെ എൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ട് അപ്പോൾ എഴുത്തുകൾ വന്നിട്ടുണ്ട്. കോൾസ് അധികം വന്നിട്ടില്ല. മൊബൈലും ഇല്ലല്ലോ. ഇല്ല. അപ്പോൾ നമ്മൾ ഈ രേഖാചിത്രത്തിലൊക്കെ കണ്ടത് ശരിക്കും ഇൻസിഡന്റ് അതേപോലെ എഴുത്തൊക്കെ എഴുതിയിട്ടുണ്ടോ കുട്ടികൾ? എഴുത്തുകൾ കുറേ പേർക്കൊക്കെ മറുപടി അയച്ചു. ആദ്യകാലങ്ങളിൽ മറുപടി അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നമുക്ക് പറ്റില്ല എന്ന് മനസ്സിലായി. കാരണം ഒരുപാട് എഴുത്തുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ പിന്നെ അത് നമുക്ക് എഴുതാൻ സമയമില്ല. അപ്പം അങ്ങനെ പിന്നെ എഴുത്തുകൾ വരുന്നത് നിന്നു. ആ സമയത്ത് അപ്പോൾ ചാക്കോച്ചൻ്റെ ആ ഒരു ഫെയിം കൂട്ടുകാർ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ? യൂസ് ചെയ്തിട്ടുണ്ട്, മിസ്യൂസ് ചെയ്തിട്ടില്ല. പെൺപിള്ളേരൊക്കെ വിളിക്കുമ്പോൾ ഫോണൊക്കെ എടുത്ത് ഒരു സംസാരമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ ഇടയ്ക്കിടയ്ക്ക്? അപ്പോൾ എന്തായാലും നമ്മൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി വരാണെങ്കിൽ ചാക്കോച്ചൻ ഇപ്പോൾ 28 വർഷത്തെ ഇതിൽ ആകെ 3 പോലീസ് വേഷങ്ങളല്ലേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് പോലീസ് വേഷം കുറച്ച് സെലക്റ്റീവായിട്ട് എടുക്കുന്നതാണോ? ഇല്ല, ഈ പോലീസ് വേഷങ്ങൾ അള്ളു രാമേന്ദ്രൻ അല്ലെങ്കിൽ നായാട്ടിന് ശേഷമാണ് കുറച്ചും കൂടെ പോലീസ് വേഷങ്ങൾ അധികം വന്നു തുടങ്ങിയിട്ടുള്ളത്. ശരിക്കും ഇപ്പം കുറേ അധികം പോലീസ് വേഷങ്ങൾ വന്നിട്ട് അത് വേണ്ടാന്ന് വെക്കേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. അപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലേക്ക് വരുമ്പം ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള ഓഫീസ് കഥാപാത്രങ്ങളിൽ നിന്നും എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു അറ്റംപ്റ്റ് ഈ സിനിമയിൽ നടത്തിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ പുറകിലുള്ള ആൾക്കാർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഇതിൻ്റെ പുതുമുഖ സംവിധായകനാണ് അദ്ദേഹം. മാർട്ടിൻ പ്രക്കാട്ടിൻ്റെ പോലെ ഉള്ള സംവിധായകരുടെ കൂടെ പല സിനിമകളും പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡയറക്ടറാണ്. മാർട്ടിൻ പ്രക്കാട്ട് നായാട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഷാഹി ഒരുപാട് നല്ല പോലീസ് സിനിമകൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഇതിൻ്റെ ക്യാമറ ചലിപ്പിച്ചിരിക്കുന്ന റോബി രാജ് ആദ്യമായിട്ട് ചെയ്തത് കണ്ണൂർ സ്ക്വാഡ് പോലുള്ളൊരു പോലീസ് മൂവിയാണ്. അപ്പോൾ അങ്ങനെ പോലീസ് മൂവികൾ ചെയ്തിട്ടുള്ള ഒരു ടീം ഓഫ് ക്രിയേറ്റേഴ്സ് ഒരുമിച്ച് ചേരുമ്പോൾ അവർ പിന്നെ അറ്റംപ്റ്റ് ചെയ്യുന്ന കാര്യം ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകളിൽ നിന്നും എത്രത്തോളം വ്യത്യസ്തമാക്കി, എൻഗേജിങ് ആക്കി, എൻ്റർടൈനിങ് ആക്കി ആ സിനിമ പ്രേക്ഷകരിലേക്ക് കൊണ്ടുവരാം എന്നുള്ളൊരു കാര്യമായിരിക്കും. അതിൻ്റെ ഭാഗമാകാനായിട്ട് ഞങ്ങളെപ്പോലുള്ളവർക്ക് സാധിച്ചത് ഒരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുന്നു. ആൻഡ് ഹോപ്പ്ഫുള്ളി ഏത് രീതിയിലാണോ നമ്മൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി പ്രേക്ഷകരിലേക്ക് കൊണ്ടുവരാനായിട്ട് അത് കൺസീവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്,
അതേ ഇമ്പാക്റ്റ് തിയേറ്ററുകളിൽ ഒരു എക്സ്പീരിയൻസ് പ്രേക്ഷകർക്ക് കിട്ടും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ജഗദീഷ് ഏട്ടാ, ഞാൻ ഈ പോസ്റ്ററൊക്കെ നോക്കിയ സമയത്ത് ഇതിൽ സർനെയിം മാത്രം എന്താ ഈ ചരിച്ചു കൊടുത്തേക്കുന്നത്? അതിന് പിന്നിൽ എന്തെങ്കിലും നമ്മുടെ സ്റ്റോറി ആയിട്ടുള്ള എന്തെങ്കിലും ഹിഡൻ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടോ? അല്ല, എല്ലാവരുടെയും സർനെയിം മാത്രം ഒന്ന് ചരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചല്ലോ, അതാണ് ഉദ്ദേശം. ശ്രദ്ധിക്കാം. അതാണ് ഏത് പരസ്യവും നമ്മുടെ കണ്ണിൽ പെടുമ്പോൾ ഒന്ന് അതെന്താണ് എന്ന് ചിന്തിക്കുന്നത്. അത് തന്നെയാണ് ചിലർ ചോദിക്കുന്നത്, എന്താണ് ഈ റെഡ് കൊടുത്തിരിക്കുന്നത് ഓഫീസറിന്? അപ്പോൾ റെഡ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ആണോ എന്ന് ചിലർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്ലഡ് ആണോ എന്ന് വെച്ചിരുന്നാൽ റെഡ് എന്ന് പറയുമ്പോൾ റെവല്യൂഷൻ ആകാം, വിപ്ലവം. ഇപ്പോൾ പോലീസ് രംഗത്തുള്ള വിപ്ലവം ഇത് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവാം. റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലുള്ള ഒരു വിപ്ലവകരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവാം. ബ്ലഡും ഇതിനകത്ത് വരുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ബ്ലഡ് ഉണ്ട്, പക്ഷേ ബ്ലഡ് ഷെഡ് മാത്രമല്ല ഇതിനകത്ത്. ഹ്യൂമൻ റിലേഷൻഷിപ്സ് പ്ലസ് ക്രൈം പ്ലസ് ഡ്യൂട്ടി, ഇതാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. ചേട്ടനിപ്പം ചെയ്യുന്ന ക്യാരക്ടേഴ്സും സിനിമകളും എല്ലാം ഭയങ്കര വെർസറ്റൈൽ ആയിട്ടുള്ള മൂവീസും ക്യാരക്ടേഴ്സുമാണ്. അപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി ആ ഒരു കഥ ചേട്ടൻ്റെ അടുത്തോട്ട് എത്തിയപ്പോൾ തന്നെ ചേട്ടൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ, ലൈക്ക് ഇത് ഞാൻ ചൂസ് ചെയ്യാം, അതെന്തായിരുന്നു? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇതിൻ്റെ നിർമ്മാണത്തിൽ മാർട്ടിൻ പ്രക്കാട്ട് അയാൾ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്, പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ സംവിധായകൻ എന്ന നിലയ്ക്ക്. രണ്ട്, സംവിധാനം ചെയ്യുന്ന ജിത്തു അഷ്റഫ് എന്ന് പറയുന്നത് എനിക്ക് പരിചയമുള്ള ആളാണ്. ഭ്രമം എന്ന ചിത്രത്തിൽ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. ആ സമയത്ത് തന്നെ എനിക്കറിയാം സ്റ്റഫുള്ള ഒരു കലാകാരനാണെന്നുള്ളത് എനിക്കറിയാം. പിന്നെ ഈ കഥ പറയുമ്പോൾ ചാക്കോച്ചനാണ് ഇതിൻ്റെ ഹീറോ. അപ്പോൾ ചാക്കോച്ചൻ കഥ കേട്ട് ഇഷ്ടപ്പെട്ട് ഒരുപാട് സിറ്റിങ്സൊക്കെ നടത്തിയിട്ട് കഥ ചൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എൻ്റെയൊക്കെ റിസ്ക് കുറവാണ്. ചേട്ടനിപ്പോൾ ചുമ്മാ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു തമാശയ്ക്ക് പറഞ്ഞു പോയതാണോ അതോ ശരിക്കും അതിലൊരു കാര്യമുണ്ടോ? അതായത് ഇപ്പോൾ ചാക്കോച്ചൻ സെലക്ട് ചെയ്തു, അപ്പോൾ ആ ഒരു ഫിൽട്രേഷൻ കഴിഞ്ഞു, അതുകൊണ്ട് കുറച്ചുകൂടെ ആ സംഭവം ഈസിയായി. അപ്പോൾ അതുപോലെ അങ്ങനെ ചേട്ടൻ ലൈക്ക് നോക്കിയിട്ടുണ്ടോ? ശരിക്കും പറയുകയാണെങ്കിൽ ശരിക്കും നോക്കും. കാരണം വെച്ചാൽ ഹീറോസ് എന്ന് പറയുന്നത് അവർ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് കൂടുതൽ ചാക്കോച്ചൻ മാത്രമല്ല, മലയാള സിനിമ ഇപ്പം മമ്മൂക്ക ആയിക്കോട്ടെ, മോഹൻലാൽ ആയിക്കോട്ടെ, അവർ ഒരുപാട് കഥ കേട്ട് അതിൻ്റെ കഥയുടെ പോരായ്മകൾ അവരുടെ ഭാഗത്തു നിന്നും അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ സജസ്റ്റ് ചെയ്ത് അതിനെ റെക്ടിഫൈ ചെയ്തൊക്കെയാണ് അവരാണ് ഏറ്റവും കൂടുതൽ, ഹീറോസാണ് ഏറ്റവും കൂടുതൽ വാല്യൂ അവർക്കാണുള്ളത്. അത് നമ്മൾ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ശരി. അപ്പോൾ വാല്യൂ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഷോൾഡർ ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി ഷോൾഡർ ചെയ്യുന്നത് ഞങ്ങൾ 4 പേരിലെ ചാക്കോച്ചനാണ് ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഷോൾഡർ ചെയ്യുന്നത്. അപ്പോൾ ചാക്കോച്ചൻ കൂടുതൽ കേൾക്കും, സ്വാഭാവികം. എത്രയോ സബ്ജക്റ്റ് കേട്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ചിലതൊക്കെ റിജക്റ്റ് ചെയ്യും. അപ്പം നമ്മൾ ഇപ്പം ഞാൻ മെയിൻ റോളിൽ വരുന്നതാണെങ്കിൽ എൻ്റെ ഉത്തരവാദിത്വമാണ്. ഞാൻ കൂടുതൽ ഈ ചാക്കോച്ചൻ കേൾക്കുന്നത് പോലെ തന്നെ അത് കേട്ടിട്ട് എൻ്റെ പേരിൽ വരുന്ന കഥയാണ്, അയ്യോ ഇത് കുഴപ്പമാണെങ്കിൽ ആൾക്കാർ എന്നെ കൈകാര്യം ചെയ്തുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞ് വിടേണ്ടി വരുന്ന കഥകളുണ്ട്. നേരെ മറിച്ച് ഇതിൽ സപ്പോർട്ടിംഗ് റോൾ എന്ന് പറയുമ്പോൾ സപ്പോർട്ട് ചെയ്യുകയാണ്. സഹനടൻ സപ്പോർട്ടിംഗ് റോൾസിൽ വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാണ് ടോട്ടൽ. ബാക്കി സംഭവങ്ങളൊക്കെ മെയിൻ പില്ലേഴ്സൊക്കെ ഇവരാണ്. ഈ പറയുന്ന ഒരു പ്രഷർ അനുഭവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുണ്ടോ ചാക്കോച്ച? ഞാനിതൊക്കെ ഇവരിലോട്ട് വെച്ചിട്ട് ശരിക്കും അങ്ങനെ ഒരു പ്രഷർ അനുഭവിച്ചിട്ടുണ്ട്, ഇപ്പൊ അനുഭവിക്കുന്നുണ്ടല്ലേ? ഇല്ലില്ല, ഇത് എങ്ങനെ പറഞ്ഞാൽ ഇതൊരു ടീം എഫേർട്ടാണ്. അല്ലാതെ ഒരാൾക്ക് മാത്രം ഷോൾഡർ ചെയ്ത് അത് വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുക അല്ലെങ്കിൽ അയാളുടെ ഒരു റീസൺ കൊണ്ട് മാത്രം അത് പരാജയപ്പെടുക, ഇറ്റ്സ് നത്തിങ് ലൈക്ക് ദാറ്റ്. ഇത് ഒരാൾ മാത്രം നന്നായാലും ഈ സിനിമ നന്നാവണമെന്നില്ല, ഒരാൾ മാത്രം മോശമായാലും ആ സിനിമ മോശമാകണമെന്നില്ല. ഒരു കളക്റ്റീവ് എഫേർട്ടാണ്. അപ്പോൾ ആ രീതിയിൽ എല്ലാവരും ഈക്വലി റെസ്പോൺസിബിൾ ആണ് എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് ഊന്നി റെസ്പോൺസിബിലിറ്റി എല്ലാവരും ഏറ്റെടുക്കാം. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ടീമിൽ നമുക്ക് വിശ്വാസം കൊടുക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ സംവിധായകൻ, റൈറ്റർ, ഹീറോ ചാക്കോച്ചനാണ്. ചാക്കോച്ചൻ എണ്ണം തികയ്ക്കാൻ വേണ്ടി ഒരു പടം ചെയ്യില്ല എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അത് കറക്റ്റ് അല്ലേ? അതെ അതെ. എണ്ണം തികയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ കാശിന് വേണ്ടി മാത്രം ഒരു പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്യില്ല എന്നുള്ള ചാക്കോച്ചനിലുള്ള എൻ്റെ വിശ്വാസമാണ് ഞാനിത് കമ്മിറ്റ് ചെയ്യാൻ ഒരു കാരണം. അപ്പോൾ പ്രോജക്റ്റാണ് ഞാൻ പറയുന്നത്. ഞാൻ ചാക്കോച്ചനുള്ളതുകൊണ്ട് പടം കമ്മിറ്റ് ചെയ്തു എന്നതിനപ്പുറം ആ പ്രോജക്റ്റിൽ ചാക്കോച്ചനൊരു അവിഭാജ്യ ഘടകമാണ്. ആദ്യം ഫിക്സ് ചെയ്യുന്നത് എന്തുകൊണ്ട് ചാക്കോച്ചൻ ആദ്യം ഫിക്സ് ചെയ്തു? എന്നെ ആദ്യം ഫിക്സ് ചെയ്തൂടെ? പിന്നെ അത് മാത്രമല്ല, ഇപ്പം എനിക്ക് കഥ ഇഷ്ടപ്പെട്ട് നല്ലതാണ് എന്ന് എനിക്ക് തോന്നിയത് അതേ രീതിയിൽ ഇത് ജഗദീഷ് ചേട്ടനോട് തോന്നണമെന്നില്ല. ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കഥ ജഗദീഷ് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ജഗദീഷ് ചേട്ടന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചെയ്യില്ല, അത്രേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് ദർ. ഇപ്പം ഞാൻ പറഞ്ഞില്ല, പ്രോജക്റ്റാണ് ഇഷ്ടപ്പെട്ടത്. ആ പ്രോജക്റ്റ് ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണങ്ങളിലൊന്ന് ചാക്കോച്ചൻ തന്നെയാണ്. അത് നമ്മൾ 4 പേർക്കും ചാക്കോച്ചനുള്ളത് നമുക്ക് സന്തോഷമാണ്. അല്ല, റെസ്പോൺസിബിലിറ്റി മുഴുവൻ ചാക്കോച്ചൻ്റെ എന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും ഷെയർ ചെയ്യും. സക്സസും ഒരു പരിധി വരെ നമുക്ക് ഷെയർ ചെയ്യാൻ താല്പര്യം.
സക്സസ് വേണമെങ്കിൽ മുഴുവനും ഷെയർ ചെയ്യാം. കുറച്ച് ഷെയർ ചെയ്യാം, നമുക്ക് ഷെയർ Share ചെയ്യാലോ. ചെയ്യാം. അതിന്റെ ബെനിഫിറ്റ് നമുക്ക് വിശാഖന് കുറച്ച് പടം കിട്ടണ്ടേ, എനിക്ക് കിട്ടണ്ടേ, Sharing ചാക്കോച്ചന് മാത്രം കിട്ടിയാൽ മതിയോ? അതെ, sharing റെമ്യൂണറേഷൻ കൂടുതൽ വാങ്ങിച്ചോട്ടെ, അത് വാങ്ങിച്ചോട്ടെ, നമുക്ക് കുഴപ്പമില്ല. ഷെയറിംഗ് ഈസ് കെയറിംഗ് എന്നാണല്ലോ. അതെ അതെ അതെ. റംസാൻ എങ്ങനെയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ എത്തിയത്? എന്നെ ഓഡിഷന് വിളിച്ചതാണ്. ഓഡിഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാറുണ്ടോ പൊതുവെ? തീർച്ചയായിട്ടും. എനിക്ക് നമുക്ക് ആകെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആക്ച്വലി അതാണ് ഫസ്റ്റ് ഡോർ എന്ന് പറയുന്നത്. ഓഡിഷൻസ് അറ്റൻഡ് ചെയ്യാറുണ്ട്. എന്നെ നമ്മുടെ ഷബീർ കോർഡിനേറ്റർ ആണ് എന്നെ വിളിച്ചത്. അപ്പോൾ വന്ന് ജിത്തു ചേട്ടനെ കാണണം പരിപാടി. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ കണ്ടു, ഫ്ലാറ്റിൽ പോയി സംസാരിച്ചു. എന്നെ അവിടെ വെച്ച് തന്നെ ഓഡിഷൻ ചെയ്തു പരിപാടി. എന്നിട്ട് എന്നെ ഓക്കെ നോക്കിയിട്ട് പറയാം എന്നുള്ള രീതിയിൽ എന്നെ വിട്ടു. അപ്പം ഞാൻ മനസ്സിൽ ചാക്കോച്ചനോടുള്ള പരിപാടി പോയി, സെലക്ട് ആയില്ല, അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ ചെന്ന് ലിഫ്റ്റിലേക്ക് ഇങ്ങനെ കയറാൻ നിന്നപ്പോൾ വന്ന് പറഞ്ഞു, മുടി തടിയൊന്നും ഒന്നും ചെയ്യണ്ട, നമുക്ക് പരിപാടി ഉണ്ട്, പറയാം. അപ്പോഴേ ഒരു ക്ലൂ കിട്ടി. അപ്പൊ ഇങ്ങനെ വിളിക്കും എന്നായിരുന്നു. എന്റെ മുന്നിലുള്ള ഓപ്ഷൻ ഓഡീഷൻ ആയിരുന്നു. സോ അങ്ങനെയാണ് ഇതിനകത്തേക്ക് എത്തുന്നത്. ജഗദീഷ് ചേട്ടൻ എങ്ങനെയാ പൊതുവെ ലൈക്ക് എല്ലാ ഏജ് ഗ്രൂപ്പുകളുമായിട്ടും പെട്ടെന്ന് സിങ്ക് ആവുന്ന കൂട്ടത്തിലാണ്? എനിക്ക് സിങ്ക് ആവും, കുഴപ്പമില്ല. കാരണം വെച്ചാൽ അത് എനിക്ക് ഏജ് എനിക്ക് തന്നെ തോന്നുന്നത് ഞാൻ മാരിയൻസ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് എന്ത് പ്രശ്നമില്ലല്ലോ. എൻ്റെ വിചാരം അതാണ്. ഞാൻ സ്വപ്നം കാണുന്നതും ഏറ്റവും കൂടുതൽ സ്വപ്നം കണ്ടിട്ടുള്ളത്, ഇപ്പോഴും സ്വപ്നം കാണുന്നത് കോളേജിൽ എംകോമിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അതിന് രോഗമാണോ എന്ന് എനിക്ക്. അപ്പോൾ ഞാൻ കോളേജ് സ്റ്റുഡൻ്റ് ആവുന്നതും അത് ക്ലാസ്സിൽ പോയി അയ്യോ ലേറ്റ് ആവോ, ബസ് കിട്ടുമോ എന്നുള്ള സ്വപ്നമൊക്കെ കാണാറുണ്ട് ഇപ്പോഴും. അത് സാധാരണഗതിയിൽ പറയുന്നത്, മനഃശാസ്ത്ര വിദഗ്ധർ പറയുന്നത്, നമ്മൾ ഈ പകല് ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ, അത് അല്ലെങ്കിൽ പകൽ ഓർമ്മിക്കുന്ന വിഷയങ്ങൾ, ഇതാണ് രാത്രി നമ്മുടെ സ്വപ്നത്തിൽ വരുന്നതെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ പകല് അത്രത്തോളം എൻ്റെ കോളേജിനെ കുറിച്ച് ഓർക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ ഓർക്കുന്ന അതാണ് കോളേജ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഏത് പ്രായം എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യത്യാസം. റംസാന്റെ സ്വപ്നങ്ങളിൽ ലേഡീസ് ഹോസ്റ്റലിൽ മാത്രമേ കാണുള്ളൂ. കഴിഞ്ഞ 2 ഇന്റർവ്യൂ റംസാനെ കാണുമ്പോ ചാക്കോച്ചിന് ഒരു ട്രോള് തരാൻ തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു. ചെറുതായിട്ട്. എന്ത് ചാക്കോച്ച, നിങ്ങൾ തമ്മിൽ ചേരില്ല? ചേരും, അതുകൊണ്ടാണ് ചേരും. അതുകൊണ്ട് സ്വാതന്ത്ര്യം ഉള്ളിടത്തല്ലേ ഈ തമാശ പറയാൻ പറ്റും, ഇല്ലെങ്കിൽ ഈ തമാശ പറയില്ലല്ലോ. രണ്ടുപേരും ഒരേ ലേഡീസ് ഹോസ്റ്റലാ സ്വപ്നം കാണുന്നത്. തമാശ പറയുന്നുണ്ടെങ്കിൽ അവിടെ ഒരു അടുപ്പമാണ് കാണിക്കുന്നത്, ഇല്ലെങ്കിൽ ഇത്രയും ഫ്രീ ആയിട്ട് പറയാൻ പറ്റില്ല. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് ചാക്കോച്ചനെ കളിയാക്കാം, ചാക്കോച്ചനെ എന്നെ കളിയാക്കാം. നമ്മൾ അതറിയാം, അങ്ങനെ വിചാരിക്കുമോ ഇങ്ങനെ വിചാരിക്കുമോ എന്നുള്ള ചിന്തയൊന്നുമില്ല. ചാക്കോച്ചനെ ഇപ്പൊ റംസാനെ കാണുമ്പോഴേക്ക് ആ ഒരു 20s കാലഘട്ടമൊക്കെ ഓർമ്മ വരുന്നുണ്ടോ? ആരുടെ? ചാക്കോച്ചന്റെ. എന്റെയോ? എനിക്കത് എന്നെ കണ്ട എപ്പോഴും അത് ഓർമ്മ തന്നെ കാണണം. അതെ, ഈ പറയുന്ന പോലെ മനസ്സിപ്പോഴും കോളേജിലാണെന്ന് പറഞ്ഞല്ലോ, അതായിരിക്കും ഇനി എന്താ ഇപ്പോഴും ചെറുപ്പമായിട്ടിരിക്കുന്നത് ചേട്ടൻ? ഞാനോ? അല്ല, അതൊന്നും എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് ചെറുപ്പം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തന്നെ സന്തോഷമുള്ള കാര്യമാണ്. ചെറുപ്പമായിട്ടിരിക്കുന്നതാണോ ചെറുപ്പക്കാരുടെ കൂടെ ഇരിക്കുന്നതാണോ ഉദ്ദേശിച്ചത്? ഞാൻ ചെറുപ്പക്കാരുടെ കൂടെ ഇരിക്കുന്നുണ്ടായിരിക്കും എനിക്കും ആ ചെറുപ്പം, ഓസ്മോസിസ് എന്ന് പറയുന്നതല്ലേ, എനിക്ക് എന്നിലേക്ക് പകരമായിരിക്കും ചിലപ്പോൾ ഇവരുടെ ചെറുപ്പം കുറച്ച്. ഇവരും എല്ലാവരും നമ്മളെല്ലാവരും ചെറുപ്പക്കാരാണ്. അത് തന്നെ. ചെറുപ്പം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, മനസ്സാണ്, വേറെ ഒന്നുമില്ല. ഞാൻ പറയട്ടെ, ചെറുപ്പം നമ്മൾ എത്ര യങ്ങായിരുന്നിട്ടും കാണാൻ വളരെ ഹി ലുക്സ് ഓൺലി 25 എന്ന് പറഞ്ഞിട്ട് അയാളുടെ ചിന്ത മുഴുവൻ ഭയങ്കര വളരെ ഒരു പ്രായമായ ആൾക്കാരുടെ ടൈപ്പ്, മോശം എന്നുള്ള രീതിയിലല്ല, പ്രായമായ ആൾക്കാരുടെ ഒരു കൺസർവേറ്റീവ് ചിന്തയൊക്കെ അപ്ഡേറ്റഡ് ആവാത്തുള്ള ചിന്തയാണെന്നുണ്ടെങ്കിൽ ചെറുപ്പം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഏത് രൂപത്തിലായിരുന്നാലും ഏത് പ്രായത്തിലായിരുന്നാലും കാലത്തിനനുസരിച്ചുള്ള ചിന്തകളുമായിട്ടുള്ള പുരോഗമന ചിന്തകൾ, ഞാൻ പറയുന്നത് മോശം ആയിട്ടുള്ള ചിന്തകൾ, പുരോഗമന ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ കാലത്തിനനുസരിച്ച് നീങ്ങാൻ കഴിയുക എന്നുള്ളതാണ് ചെറുപ്പത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം. ഇപ്പോൾ നിങ്ങൾ രണ്ടാളാണെങ്കിലും ഇത്രയും സീനിയർ ആർട്ടിസ്റ്റുകളുടെ കൂടെയാണ് അഭിനയിച്ചത്. അപ്പോൾ ചാക്കോച്ചനിലാണെങ്കിലും ജഗദീഷ് ചേട്ടനാണെങ്കിലും രണ്ടാൾക്കും എന്ത് ക്വാളിറ്റീസ് ആണ് കൂടുതലും അവരുടെ ഒന്ന് അഡ്മയർ ചെയ്യാൻ തോന്നിയ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? കുറേ ഉണ്ട്. ഇപ്പോൾ ചേട്ടനെ വെച്ച് തുടങ്ങുകയാണെങ്കിൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങളൊരു ചെറിയൊരു ഗ്യാങ് ഉണ്ടെന്ന്. അപ്പോൾ അതിലിപ്പോൾ വന്നവരിപ്പോൾ ഞങ്ങളിപ്പോൾ കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിൽ വേറെ ഒരു ഫസ്റ്റ് ഫിലിമാണ്. പക്ഷെ എന്നാൽ ഞങ്ങളോട് പെർഫോം ചെയ്യുമ്പോൾ ഭയങ്കര ഞങ്ങളെ കംഫർട്ടാക്കി തരിക. ഈവൻ എന്താ പറയുക, ഒരു ആക്ഷൻ സീനൊക്കെ ചെയ്യുമ്പോൾ അറിയാണ്ട് പോലും കോൺടാക്റ്റ് ഉണ്ടായി വന്ന് പെട്ടെന്ന് അപ്പോളജൈസ് ചെയ്യുക, ആസ് ഓൾമോസ്റ്റ് ആസ് ഈക്വൽസ് ഞങ്ങളെ ട്രീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ ഹ്യൂജ് തിങ്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു. സാറിനോട് ഐ തിങ്ക് ഒരു ദിവസം ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്, ഉണ്ടായിരുന്നു. അപ്പോൾ ജഗദീഷൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ എന്താ പറയുക, ആ ഒരു പെഡിഗ്രി, ആ ഒരു എക്സ്പീരിയൻസ് ശരിക്കും ഫീൽ ചെയ്യും. ഒരു തറോ പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ
ഇൻഫാക്ട് ഞങ്ങളുടെ ഒരു സീനിൽ ചേട്ടനൊരു ചെറിയൊരു മുറിവൊക്കെ പറ്റിയായിരുന്നു, ബട്ട് ഹി ഡൻ ബ്രേക്ക് ക്യാരക്ടർ. അപ്പോഴും ആ ഒരു സോണിൽ തന്നെ നിന്ന് ഭയങ്കരമായിട്ട് ആ ഒരു ഫോക്കസ് ആൻഡ് ഡെഡിക്കേഷൻ, അത് ഭയങ്കര ഒരു. റംസാനോ? ഞാൻ ജഗദീഷ് ചേട്ടൻ പറയുകയാണെങ്കിൽ നമ്മൾ ഷൂട്ടിൽ ജഗദീഷ് ചേട്ടൻ്റെ എനർജിയാണ് എപ്പോഴും. ഞാനിങ്ങനെ ഈ മനുഷ്യൻ എന്താ ടയർഡാവാത്തേ എന്നിങ്ങനെ അല്ല, നമ്മൾ എക്സോസ്റ്റഡ് ആവും ഷൂട്ട് ചെയ്തിട്ട്. നമ്മൾ ഇത്രയും ലൈറ്റ്സ് ഉണ്ട്, ഇത്രയും എന്താ ഫിസിക്കൽ ആക്ടിവിറ്റി അവിടെ നടപ്പുണ്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ടയർഡായി. അപ്പൊ നമ്മളിങ്ങനെ ഓക്കെ ജഗദീഷ് ചേട്ടൻ അവിടെ ഇങ്ങനെ ചാടി ഓടി നിൽക്കുന്നുണ്ട്, അപ്പൊ നമ്മളും അങ്ങനെ നിൽക്കാം. ആ രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. സോ ബേസിക്കലി നമ്മളൊരു പരിപാടി ചെയ്യുമ്പോൾ അതിന്റെ കൊടുക്കുന്ന ഡെഡിക്കേഷന്റെ ആയിരിക്കാം, പിന്നെ ഈ പറഞ്ഞ ആ മൈൻഡ് സെറ്റിന്റെ ആയിരിക്കാം, എക്സ്പീരിയൻസിന്റെ ആയിരിക്കാം. അപ്പൊ അത് 1 മണിക്ക് 2 മണിക്കൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത്. 1 മണി 2 മണി ആ സമയത്താണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഷൂട്ടിന്റെ ബാക്കിയുള്ള ലൊക്കേഷനിലുള്ള ബാക്കിയുള്ളവർ നോക്കി കഴിഞ്ഞാൽ അവർ സൈഡിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടാവും ബാക്കിയുള്ളവരെല്ലാവരും. പക്ഷെ ജഗദീഷ് ചേട്ടനൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടാവും, ഡയലോഗ് പറയുന്നുണ്ടാവും. അത് അങ്ങനെയാണ് ഫുൾ ടൈം ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഇപ്പോൾ ജിത്തു ചേട്ടൻ ഒരു 10 മിനിറ്റ് മാറി കഴിഞ്ഞാൽ അവിടെ വല്ല ഷോട്ട് ഡിലേ ഉണ്ടെങ്കിൽ ചേട്ടൻ എടുത്തിട്ട് അത് ഫിനിഷ് ചെയ്താണ് നോക്കും. എന്നിട്ട് വന്നിട്ട് ഷോട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കൂ. അത്ര ഓണാണ്. അപ്പം അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ വലിയൊരു കാര്യമാണ്. നമ്മൾ സെറ്റിൽ ഇപ്പൊ നമ്മുടെ ഡയറക്ടർക്ക് വേണ്ടി എന്തിനും റെഡിയാണെന്ന് പറഞ്ഞ് നിൽക്കില്ലേ, അത് അടിപൊളിയാണ്. പിന്നെ ചാക്കോച്ചൻ ഈ പറഞ്ഞ പോലെ ഞാൻ പണ്ട് തൊട്ട് ഇങ്ങനെ ഈ മനുഷ്യരൊന്ന് കാണണം, അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് ഫോട്ടോ എടുക്കണം, അങ്ങനെയൊക്കെ ആഗ്രഹിച്ച് ഞാൻ വന്നതാ. അപ്പോൾ ഈ പടത്തിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഒരു ചെറിയൊരു ഫൈറ്റ് സീക്വൻസ് പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ചാക്കോച്ചൻ തരുന്ന ആ കെയറിങ്, ആ ഒരു പരിപാടി അതിന്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും. ഇത് നമുക്ക് ചെയ്യാം, നമ്മുടെ പരിപാടി പറഞ്ഞത് ചെയ്യാ, പോവാ, ദാറ്റ്സ് ഇറ്റ്. അപ്പം എനിക്ക് എന്തെങ്കിലും പറ്റിയോ അല്ലെങ്കിൽ ഓക്കെ ആണോ, ആ ഒരു കെയറിങ് ഉണ്ടല്ലോ. അപ്പൊ നമ്മള് ഫിസിക്കലി ആയിട്ട് എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യുമ്പോൾ ഓപ്പോസിറ്റുള്ള ആൾക്ക് ഇത് ആക്ടിങ് ആണ്, അപ്പോൾ ഓപ്പോസിറ്റ് ആൾ ഹേർട്ട് ആവരുത്, ആക്ടിങ്ങിൽ ഉൾപ്പെടുന്നതാണ് ഇതും എന്നുള്ളൊരു പരിപാടി എനിക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയറിംഗ് ആയി. ഇനി ഞാനും മുന്നോട്ട് പോവാണെങ്കിൽ ഇപ്പോൾ ഒരു സിനിമയിൽ ഞാൻ ഒരാളെ ചവിട്ടിയിടുന്ന സീൻ ഉണ്ടെങ്കിൽ ആ ആൾക്ക് അത് വേദന എടുക്കരുത്, അത് ആക്ടിങ് അല്ല. അപ്പൊ ഞാൻ ആ ആളെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് രണ്ടുപേരും തമ്മിലുള്ള ഗീവ് ആൻഡ് ടേക്കിൽ നിർത്തണം. അതിനാണ് ആക്ടിങ് എന്ന് പറയുന്നത് ശരിക്കും. സോ അത് പഠിക്കാൻ പറ്റി ഭയങ്കരമായിട്ട്. എൻ്റെ കേസിൽ മറ്റേ ഹാത്രോബ എന്നൊക്കെ പറഞ്ഞ് വെറുതെ അല്ലേ, കാരണം അത്രയും ജെന്യുവൻലി ചാർമിങ് ആയിട്ടുള്ള ഒരു ജെന്റിൽമാൻ ഉണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടും വൈഫും കൂടെ സെറ്റ് വന്നപ്പോൾ ടു ഗോ ഔട്ട് ഓഫ് യു വേ ടു അവരെ കംഫർട്ടബിൾ ആക്കുക, പോയി അവരോടൊക്കെ 2 തമാശയൊക്കെ പറഞ്ഞിങ്ങനെ, ഭയങ്കര ഒരു ക്വാളിറ്റി ആട്ടോ. ആരായിരുന്നു? എൻ്റെ വൈഫ്. ഞാൻ വേറെ ഫ്രണ്ടുമായിട്ട് ഫ്രണ്ടിനെ ഓർക്കുന്നില്ലല്ലോ. ഒരു ദിവസം ചാക്കോച്ചന്റെ, ഞാൻ ഉള്ളപ്പോൾ ഒരു ദിവസം ചാക്കോച്ചന്റെ വൈഫ് പ്രിയ ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ഫുഡൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ എല്ലാ സെറ്റിലും അങ്ങനെയൊക്കെ തന്നെയാണോ? കേറും. ഇപ്പം പറഞ്ഞല്ലോ ഇവരുടെ ഒരു സ്റ്റണ്ടിന്റെ കാര്യമൊക്കെ, ഫൈറ്റിംഗ് സീൻ ഉണ്ടായിരുന്നു. അപ്പം പറഞ്ഞല്ലോ ഇങ്ങനെ കെയർ ചെയ്ത് അത് നോട്ടീസ് ചെയ്യുമെന്ന്. ജഗദീശൻ എപ്പോഴെങ്കിലും ഇതേപോലെ ഒരു സ്റ്റണ്ട് സീനിനിടയിൽ ശരിക്കും അപകടം പറ്റിയിട്ടുണ്ടോ? ഒരുപാട് അപകടം പറ്റിയിട്ടുണ്ട്. നമ്മുടെ സീക്വൻസിൽ തന്നെ അപകടം പറ്റി എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ആണോ? ഇതുവരെ പറഞ്ഞില്ല. കാരണം വെച്ചാൽ അതിന്റെ രസം എന്ന് വെച്ചാൽ ഇവിടെ മുറിഞ്ഞിട്ട് ഇങ്ങനെ ബ്ലഡ് വരുന്നുണ്ട്. പക്ഷെ ആ സീനിൽ അഭിനയിച്ചപ്പോൾ ഞാൻ അത് പറഞ്ഞിട്ടില്ല. ഈ ബ്ലഡ് ഇട്ടിട്ടുണ്ട്, വേറെ ബ്ലഡ് ഇട്ടിട്ടുണ്ട്. അതിന്റെ കൂടെ ഒറിജിനൽ ബ്ലഡ് ഞാൻ ഒറിജിനലാണെന്ന് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. കാരണം വെച്ചാൽ ഡയറക്ടർ അപ്പോൾ ലൈറ്റ് പോകുന്നു, അതൊരു പ്രത്യേക സ്ഥലത്ത് വെച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ അയ്യോ വയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കൊണ്ട് തീർക്കണം അത് സീക്വൻസ്, അതുകൊണ്ട് പ്രശ്നം. അപ്പം ഞാൻ ഈ മുറിഞ്ഞ കാര്യം അറിഞ്ഞില്ല, വെളിയിൽ പറഞ്ഞില്ല, സംവിധായകൻ്റെ അടുത്ത് പറഞ്ഞില്ല. ഞാൻ ഹോസ്പിറ്റലിൽ പോയതിന് ശേഷമാണ് എനിക്ക് ജിത്തു അഷറഫിൻ്റെ ഫോൺ വന്നു. എന്താ ചേട്ടാ ഇങ്ങനെ പറഞ്ഞു? അറിയാതെ പോയി ഹോസ്പിറ്റലിൽ? അല്ല, ഞാൻ പ്രൊഡക്ഷൻ മാനേജർ അടുത്ത് പറഞ്ഞു. ഞാൻ നേരെ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നിട്ട് അപ്പോഴേക്കും എൻ്റെ മകളെ വിളിച്ച് പറഞ്ഞു ഇതേപോലെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എന്തായിരുന്നാലും ടെറ്റനസ് എടുക്കണം, ഇഞ്ചക്ഷൻ എടുക്കണം, ആൻറ്റി ടെറ്റനസ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന്, കാരണം ഇതിനു മുമ്പ് എന്നാണ് എടുത്തതെന്നുള്ള എനിക്ക് ഓർമ്മയില്ലായിരുന്നു, എൻ്റെ മോക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ പറഞ്ഞു അതിൻ്റെ പീരീഡ് കഴിഞ്ഞു, എടുത്തേക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഡോക്ടറെ ചെന്ന് കണ്ട്. അപ്പം നമ്മളത് മുറിഞ്ഞു, ഓക്കെ, അതൊന്നും അത്ര ഗുരുതരമായിട്ടുള്ള മുറിവൊന്നും അല്ല. നമ്മുടെ മനസ്സ് പോലെ ഇരിക്കും. നമുക്ക് അയ്യോ എനിക്ക് ബാക്കി നാളെ ഷൂട്ട് ചെയ്യാം എന്ന് തോന്നിക്കഴിഞ്ഞിരുന്നാൽ അത്രേ ഉള്ളൂ. ഇന്നിപ്പോൾ നമ്മൾ 4 പേരും എന്ന് പറയുന്നത് നമ്മുടെ ഗോൾ എന്താണെന്നുള്ളതാണ് പ്രശ്നം. ഇന്ന് നമ്മൾ ഈ പ്രൊമോഷന് ഇരിക്കാൻ തുടങ്ങിയിട്ട് ഞാനും ചാക്കോച്ചനും ഞങ്ങൾ രാവിലെ തൊട്ട് ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ മുന്നിൽ ഈ പ്രോജക്റ്റാണ് വലുത്. അപ്പൊ ഈ പ്രോജക്റ്റിന്റെ മുന്നിൽ നമുക്ക് ക്ഷീണമൊന്നും വരില്ല. നല്ലൊരു പ്രോജക്റ്റിന് വേണ്ടിയാണ് ഇവിടെ ഇരിക്കുന്നത്. അതിന് ഇനിയും ഒരു 2 മണിക്കൂറാണെങ്കിൽ ഞാൻ റെഡി. നേരത്തെ ഞാൻ ചേട്ടൻ പറഞ്ഞിട്ട് ആക്ടേഴ്സ് ഓൺ ഡ്യൂട്ടി. അതെ, ആക്ടേഴ്സ് ഓൺ ഡ്യൂട്ടിയാണ്. നമ്മുടെ കടമ നമ്മൾ ചെയ്യുന്നു. അതിൽ നമ്മൾ മടുത്തിരുന്നിട്ട് കാര്യമുണ്ടോ? നമ്മൾ
നൂർജാനെ പോലെ നമ്മളും ആക്റ്റീവ് ആയിരിക്കണ്ടേ? വിവരിക്കണം. പിന്നെ 100 ഇരിക്കണം. അപ്പോൾ എന്തായാലും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടൈം കുറവായതുകൊണ്ട് എനിക്കിപ്പോൾ വൈൻഡപ്പ് ചെയ്യണം. പക്ഷേ എനിക്ക് ചേട്ടനെ ഇതുപോലെ ഇരുത്തി കുറേ മലയാള സിനിമകളുടെ കഥകൾ കേൾക്കുന്ന ഒരു ഇന്റർവ്യൂ എടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് പറ്റുവാണെങ്കിൽ ഭയങ്കര സന്തോഷം. എന്തായാലും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് നടക്കട്ടെ എന്ന്. അപ്പോൾ എന്തായാലും നമ്മുടെ ഓഫീസർ ഒരു വളരെ നല്ലൊരു സക്സസ്ഫുൾ മൂവി ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.